ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എങ്ങനെ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആൻഡ് സെറ്റപ്പ് ചെയ്യാം? ആദ്യം തന്നെ ഗൂഗിൾ എടുക്കുക, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യുക. developer.android.com എന്ന ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഡൗൺലോഡ് എന്ന ഈ ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നിങ്ങൾക്ക് അങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഐ ഹാവ് റെഡ് ആൻഡ് എഗ്രി ക്ലിക്ക് ചെയ്യുക ആൻഡ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഡൗൺലോഡ് സ്റ്റാർട്ട് ആവുന്നതാണ്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ബയോസിൽ പോയി വെർച്വലൈസേഷൻ എനേബിൾ ചെയ്യേണ്ടതാണ്. വെർച്വലൈസേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞ് സേവ് ചെയ്ത് എക്സിറ്റ് ചെയ്യുക. നിങ്ങളുടെ മദർ ബോർഡിനനുസരിച്ച് ബയോസിൽ എൻ്റർ ചെയ്യുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. ആ ഒരു ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മദർ ബോർഡിൻ്റെ നെയിമോ അതോ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ നെയിമോ വച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. വെർച്വലൈസേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡഡ് ആയ നിങ്ങളുടെ ഈ ഫയൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇവിടെ യെസ് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റലേഷൻ വിസാർഡാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇതൊക്കെ ചെക്ക്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഡയറക്ടറിയാണ്. ഇൻസ്റ്റലേഷൻ ലൊക്കേഷൻ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ മാറ്റാവുന്നതാണ്. ഇത് സെയിം ലൊക്കേഷൻ തന്നെ ഞാൻ കീപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ആൻഡ് നിങ്ങൾക്ക് ഈ സ്റ്റാർട്ട് ചെക്ക് ചെയ്ത് ഫിനിഷിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇപ്പോൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ന്യൂ പ്രൊജക്റ്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് എംപ്റ്റി വ്യൂ ആക്ടിവിറ്റി എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എംപ്റ്റി ആക്ടിവിറ്റി അല്ല, എംപ്റ്റി വ്യൂ ആക്ടിവിറ്റി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ നെയിം കൊടുക്കാം. നെയിം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാക്കേജ് നെയിം സെറ്റ് ചെയ്യാം. ജാവയുടെ ഒരു ബേസിക്സ് നിങ്ങൾക്ക് അറിയാമെന്നാണെങ്കിൽ പാക്കേജസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. അതേ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ കേസിൽ കോം എന്നൊരു ഡയറക്ടറി, അതിൻ്റെ ഉള്ളിൽ കോഡ് CC എന്നൊരു ഡയറക്ടറി, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ആപ്പിൻ്റെ നെയിമായ ഫസ്റ്റ് ആൻഡ്രോയിഡ് ആപ്പ് എന്ന ഈ ഒരു ഡയറക്ടറിയും ഉണ്ടാകുന്നതാണ്. ഈ ഡയറക്ടറിയുടെ ഉള്ളിലായിരിക്കും നമ്മുടെ ജാവ അല്ലെങ്കിൽ കോട്ട്ലിൻ ഫയൽസ് എല്ലാം വരിക. അതുമാത്രമല്ല പാക്കേജിനെ നമ്മളെപ്പോഴും യുണീക്കായിട്ട് കീപ്പ് ചെയ്യണം. നമ്മൾ ഈ ആപ്പ് പ്ലേ സ്റ്റോറിലൊക്കെ പബ്ലിഷ് ചെയ്യണമെന്നാണെങ്കിൽ ഈ ഒരു പാക്കേജ് നെയിം എപ്പോഴും യുണീക്ക് ആയിരിക്കണം. നിങ്ങൾക്കൊരു ഡൊമെയിൻ നെയിം ഉണ്ടെങ്കിൽ ആ ഡൊമെയിൻ നെയിം തിരിച്ചിടുന്ന രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ codecc.com എന്ന ഈ ഡൊമെയിൻ നമ്മൾ com.codecc. പിന്നീട് ആപ്പിൻ്റെ ഒരു നെയിമും കൊടുത്ത് നമ്മൾ പാക്കേജ് നെയിം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രൊജക്റ്റ് എവിടെ സേവ് ചെയ്യണമെന്നൊരു ഫോൾഡർ സെലക്ട് ചെയ്യുക. ഇത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആകുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് കോട്ട്ലിൻ അല്ലെങ്കിൽ ജാവ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ജാവ സെലക്ട് ചെയ്യുകയാണ്. പിന്നെ നിങ്ങൾക്ക് മിനിമം SDK സെലക്ട് ചെയ്യാം. ഇവിടെ API വേർഷൻ 24 ആണ് ബൈ ഡിഫോൾട്ട് സെലക്ട് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് അത് എത്ര അപ്രോക്സിമേറ്റ് ഡിവൈസസിൽ വർക്ക് ആവുന്നുവെന്നതും ഇവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ബിൽഡ് കോൺഫിഗറേഷൻ ലാംഗ്വേജും സെലക്ട് ചെയ്യാം. ഇവിടെ കോട്ട്ലിൻ അല്ലെങ്കിൽ ഗ്രൂവി എന്ന ലാംഗ്വേജ് രണ്ടും സെലക്ട് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ കോട്ട്ലിൻ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഫിനിഷ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആകുന്നതാണ്. പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയി ബിൽഡായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോൾഡർ കാണാം. ആൻഡ്രോയിഡ് എന്നൊരു സെക്ഷൻ ഇവിടെ സെലക്ട് ആയിരിക്കുന്നതും കാണാം. ഇപ്പോൾ നിങ്ങൾ പ്രൊജക്ട്സ് എന്ന ഈ സെക്ഷനാണ് സെലക്റ്റഡ് ആയി കിടക്കുക എന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു വ്യൂ ആയിരിക്കും നിങ്ങൾ കാണുക. അത് മാറ്റി ആൻഡ്രോയിഡ് എന്ന സെക്ഷനിലേക്ക് പോവുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്നാണെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ പ്രൊജക്റ്റ് പ്രോപ്പറായി ബിൽഡായി കഴിഞ്ഞിട്ടില്ല എന്നാണ്. പ്രോപ്പറായ ഇൻ്റർനെറ്റ് കണക്ഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഈ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും എല്ലാത്തിനും. അപ്പോൾ പ്രോപ്പറായ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ കീപ്പ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ ആപ്പ് എന്ന ഫോൾഡറിൻ്റെ ഉള്ളിൽ ജാവ എന്നൊരു ഫോൾഡർ കാണാം. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ പാക്കേജ് നെയിം കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ടെസ്റ്റും എന്നൊരു ഫോൾഡർ തൽക്കാലം ഇഗ്നോർ ചെയ്യാം. അതിന് പകരം ഈ ഒരു ഫോൾഡർ കാണുക. അതിൻ്റെ ഉള്ളിൽ മെയിൻ ആക്ടിവിറ്റി എന്നൊരു ജാവ ക്ലാസ് കാണാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫയൽ കാണാം. ഇവിടെയാണ് നമ്മൾ ജാവ കോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഈ RES എന്ന ഫോൾഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസോഴ്സസ് എന്നാണ്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലേഔട്ട്സ് എന്നൊരു ഫോൾഡർ കാണാം. ഈ ലേഔട്ട് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്താൽ ആക്ടിവിറ്റി main.xml എന്ന ഈ ഫയൽ കാണാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു UI കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഇവിടെ ഈ സ്പ്ലിറ്റ് മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ മുകളിലായിട്ട് സ്പ്ലിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ സ്പ്ലിറ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു UI കാണാം. ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സൂം ഇൻ ചെയ്യണമെങ്കിൽ ഈ പ്ലസ് ക്ലിക്ക് ചെയ്താൽ ഈ UI കുറച്ചും കൂടി സൂം ഇൻ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ ആപ്പിൻ്റെ UI വരിക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ആയിരിക്കുന്നത് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആപ്പിൻ്റെ സെൻട്രലിലായിട്ട് ഹലോ വേൾഡ് എന്നൊരു ടെക്സ്റ്റ് മാത്രമായിട്ട് ഒരു ആപ്പ് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് റൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഫോൺ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റ് സൈസ്, എന്നിട്ട് ഇവിടെ നമുക്ക് 30 SP കൊടുക്കാം. ഇപ്പോൾ ഈ ടെക്സ്റ്റ് വലുതായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്യാനായിട്ട് നമുക്ക് എമുലേറ്റേഴ്സ് തന്നെ യൂസ് ചെയ്യാം. എമുലേറ്റർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെർച്വലൈസേഷൻ ആദ്യമേ എനേബിൾ ചെയ്തത്. വെർച്വലൈസേഷൻ എനേബിൾ ചെയ്തില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് എമുലേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ വെർച്വലൈസേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എമുലേറ്റേഴ്സ് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ ഡിവൈസ് മാനേജർ എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഒരു ഡിവൈസ് സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. P+ൽ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് വെർച്വൽ ഡിവൈസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോണിൻ്റെ സൈസ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ Pixel 9 Pro എന്നൊരു ഫോണിൻ്റെ സൈസ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ആൻഡ്രോയിഡ് വേർഷൻ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിക്കാവുന്നതാണ്. ഇവിടെ ബൈ ഡിഫോൾട്ട് ഒരു ആൻഡ്രോയിഡ് വേർഷൻ ഡൗൺലോഡായി കിടക്കുന്നുണ്ട്. അത് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വേർഷനാണ്. നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ എന്ന് എഴുതി കാണിക്കുന്നത് കാണാം, ഗൂഗിൾ പ്ലേ. അതിനർത്ഥം ഈ ആൻഡ്രോയിഡ് വേർഷൻ ഗൂഗിൾ പ്ലേ സർവീസസ് സപ്പോർട്ട് ചെയ്യുമെന്നാണ്. അപ്പോൾ ആ ഒരു വേർഷൻ നമുക്ക് തൽക്കാലം സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എമുലേറ്ററിന് നെയിം ചെയ്യാവുന്നതാണ്. തൽക്കാലം ഞാൻ ഈ നെയിം തന്നെ കീപ്പ് ചെയ്യുകയാണ്. അതിൽ നിങ്ങൾക്ക് കൂടുതൽ അഡ്വാൻസ് സെറ്റിംഗ്സ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ തൽക്കാലം ഫിനിഷ് ക്ലിക്ക് ചെയ്യുകയാണ്. ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എറർ വരുന്നുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ വെർച്വലൈസേഷൻ സിസ്റ്റത്തിൽ എനേബിൾ ചെയ്ത് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്താൽ ആ എറർ പോകുന്നതാണ്. അപ്പോൾ ഇത് ക്ലിക്ക് ഫിനിഷ് ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു ഡിവൈസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ പ്ലേ ഞെക്കി കഴിഞ്ഞാൽ ആ ഡിവൈസ് പ്ലേ ആകുന്നതാണ്. ഇപ്പോൾ ഈ ഡിവൈസ് ഓപ്പണായി വരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ എമുലേറ്റർ ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എമുലേറ്റർ ഇവിടെ സെലക്ട് ചെയ്ത് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എമുലേറ്റർ സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണാം. ഈ ആപ്പിന് ചേർന്ന് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ കൂടുതലായിട്ട് സൂം ഇൻ ചെയ്തിരിക്കുന്ന കാരണം ഈ ഓപ്ഷൻ തെളിയാത്തതാണ്. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എമുലേറ്റർ സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡിവൈസസിൽ ആ ഡിവൈസിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പ്ലേ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഈ പച്ച പ്ലേ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആകുന്നതാണ്. ഇപ്പോൾ ഈ ആപ്പ് നമ്മുടെ വെർച്വൽ ഫോണിൽ ഇൻസ്റ്റാൾ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഹലോ വേൾഡ് എന്നൊരു ടെക്സ്റ്റ് മാത്രമാണ് ഈ ആപ്പിലുള്ളത്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ആസ്ക് ചെയ്യുക. അതിന് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.